ഇതെല്ലാം ഒരു അവസ്ഥാവിശേഷങ്ങളാണ്. ഒരു ആത്മാവിൽ വരുന്ന അവസ്ഥാവിശേഷങ്ങൾ. അതായത് അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർ അനുഭവിച്ചിട്ടുള്ള അവർ അനുഭവിച്ചിട്ടുള്ള ആ ഒരു വേദന, ആ ഒരു വൈരാഗ്യം, ഇതെല്ലാം അനുസരിച്ചാണ് ഒരു ആത്മാവ് തീവ്രമായ അവസ്ഥയിലേക്ക് പോകുന്നത്. അത് പല തരത്തിലുള്ള ഒരു തീവ്രമായ ഒരു സ്വഭാവത്തിൽ നിലനിൽക്കും. ആ അവസ്ഥയാണ് ഈ പിശാചെന്നും ആൾക്കാർ ആ കാഠിന്യത്തിനനുസരിച്ചാണ് ആ പേരുകൾ വച്ചിരിക്കുന്നത്. അല്ലാതെ എല്ലാം ആത്മാക്കൾ തന്നെയാണ്. അപ്പോൾ സത്യമായിട്ടുണ്ട് ഉണ്ട്, ആത്മാക്കളുണ്ട്. ആത്മാക്കളുണ്ട്. അപ്പോൾ ഇയാളും ഞാനും എല്ലാം ആത്മാക്കൾ തന്നെയാണ്. പക്ഷെ നമ്മൾ ജീവിക്കുന്ന ആത്മാക്കളായതുകൊണ്ട്, ശരീരത്തിലുള്ളത് കൊണ്ട് ജീവാത്മാവെന്ന് പറയും. ശരീരത്തിൽ പുറത്ത് പോയി കഴിഞ്ഞാൽ പ്രേതാത്മാക്കളെന്ന് മറ്റുള്ളവർ പറയും. ഈ പ്രേതാത്മാക്കളിലേക്ക് വരുമ്പോൾ സത്യം പറഞ്ഞാൽ പണ്ട് തൊട്ടേയുള്ള കോൺസെപ്റ്റാണ് പ്രേതാത്മാക്കൾ ഭയങ്കര എന്താ പറയുക, അവർക്ക് ഈ പൈശാചികമായ സ്വഭാവമുണ്ട്. ചിലതിലൊക്കെ പറയുന്ന വെള്ള സാരി ഉടുത്ത് വളരെ വൈരാഗ്യ മനസ്സോടുകൂടി ആരുടെടുത്തെങ്കിലുമൊക്കെ റിവെഞ്ച് ഉണ്ടെങ്കിൽ തീർക്കാൻ വേണ്ടി അങ്ങനെ വരുന്നു. അതൊക്കെ ആ രീതിയിൽ പ്രേതാത്മാക്കൾ. അത് എൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ വെള്ളസാരി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഷാഡോയാണ്, വെള്ള ഷാഡോ. അത് ഷാഡോ പല രൂപത്തിലും നമുക്ക് കാഴ്ചയിൽ വന്നെന്ന് വരാം. ഒരു ഡാർക്ക് ഷാഡോ വരാം. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ സ്കിൻ രൂപത്തിലൂടെ നമ്മളവരെ ദർശിച്ചെന്നും വരാം. അത് അവർ വിചാരിക്കണം നമുക്ക് എങ്ങനെ കാണണം എന്നുള്ളത്, നമ്മൾ എങ്ങനെ ഫീൽ ചെയ്യണം എന്നുള്ളത് അവർ വിചാരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ രീതിയിലേക്ക് അവരെ കാഴ്ചയിൽ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ സാധാരണ പല ആൾക്കാരും കണ്ടിട്ടുള്ള ഈ ഷാഡോ എന്നുള്ള രൂപത്തിലും കാണാം. ചില ആൾക്കാർ സ്കിന്നോടുകൂടി ഒരു മനുഷ്യൻ്റെ അവസ്ഥയിൽ തന്നെ കണ്ടിട്ടുള്ളതുകൊണ്ട്.